നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 18-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, എല്ലാ ഗ്യാസ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയുള്ള നിർബന്ധിത LPG സുരക്ഷാ പരിശോധന അഥവാ LPG മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും നിയമപരമായി തന്നെ ഈ പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ളതിനാൽ തന്നെ പരിശോധനയ്ക്കായിട്ട് എത്തുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ പാസ്ബുക്കും റേഷൻ കാർഡും കാണിക്കേണ്ടതുണ്ട്. ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഈ ഇൻസ്പെക്ഷന് ആകെ 236 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൽ 200 രൂപ അത് ഇൻസ്പെക്ഷൻ ചാർജും 18% GST, അതായത് 9% വീതം CGSTയും SGSTയും ഉൾപ്പെടെയാണ്. ഇത്തരത്തിൽ 36 രൂപ ഉൾപ്പെടുന്നു. സിലിണ്ടർ വെച്ചിരിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ISI മാർക്ക് തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും അടച്ച തുകയ്ക്കുള്ള ഔദ്യോഗികമായിട്ടുള്ള രസീതും ഏജൻസിയിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. ഈ പരിശോധനയ്ക്കിടയിൽ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ട്യൂബിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, സാധാരണ പഴയ റബ്ബർ ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അത് മാറ്റി പകരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്ന സുരക്ഷാ ട്യൂബ് നിർബന്ധമായിട്ടും സ്ഥാപിക്കേണ്ടതുണ്ട്. 1.5 മീറ്റർ നീളമുള്ള ഈ സുരക്ഷാ ട്യൂബിന് GST ഉൾപ്പെടെ 190 രൂപയാണ് അധികമായിട്ട് ഈടാക്കുന്നത്. റെഗുലേറ്ററോ പൈപ്പോ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള തുക ഇൻസ്പെക്ഷൻ ഫീസിന് പുറമെ നൽകേണ്ടി വരുമെങ്കിലും ട്യൂബ് മാറ്റേണ്ടതില്ലാത്ത സാഹചര്യങ്ങളിൽ പരിശോധനാ ഫീസായിട്ടുള്ള 236 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ഇതോടൊപ്പം തന്നെ ഗ്യാസ് ബുക്കിങ്ങിനായിട്ട് ഭാരത് ഗ്യാസ് നൽകുന്ന ഔദ്യോഗിക നമ്പറുകളും ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് വൈദ്യുതി ഉപഭോഗം അത് വൻതോതിൽ വർദ്ധിച്ചതിനെ തുടർന്ന് ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. അന്തരീക്ഷ താപനില ക്രമാതീതമായിട്ട് ഉയരുന്നതും അതോടൊപ്പം തന്നെ പെയ്യേണ്ട മഴ ലഭിക്കാതിരിക്കുന്നതുമാണ് ഈ പെട്ടെന്നുള്ള ഉപഭോഗ വർധനവിന് പ്രധാന കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലെ പീക്ക് സമയങ്ങളിൽ 3500 മുതൽ 3600 മെഗാവാട്ട് വരെ ആവശ്യമായിരുന്ന സ്ഥാനത്ത് ഇത്തവണ അത് 4600 മുതൽ 4800 മെഗാവാട്ടായിട്ട് കുതിച്ചുയർന്നു. നിലവിൽ വൈദ്യുതി ആവശ്യകതയിൽ മാത്രം 500 മെഗാവാട്ടിൻ്റെ വലിയൊരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പല തവണകളായിട്ട് 1.5 മണിക്കൂർ വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരുന്നു. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത ഉയർന്നത് മൂലം പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയിലും വലിയ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ പ്രതിസന്ധി താൽക്കാലികമായിട്ട് പരിഹരിക്കുന്നതിനായിട്ട് ഹ്രസ്വകാല കരാറുകൾ വഴി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ വൈദ്യുതി ഉടനടി ലഭ്യമാകില്ല എന്നത് വരും ദിവസങ്ങളിലെ വെല്ലുവിളി ഇരട്ടിയാക്കുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഡാമുകളിൽ വെറും 28% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക അസാധ്യമാണെന്നും എങ്കിലും പ്രതിസന്ധി മറികടക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും KSEB നടത്തുന്നുണ്ടെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിപണിയിലെ കള്ളനോട്ടുകൾ പൂർണ്ണമായിട്ട് തടയുന്നതിനും കൂടുതൽ ഈട് നിൽക്കുന്നതുമായ പുതിയ തലമുറ പോളിമർ നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉടൻ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൻ്റെ ആദ്യപടിയായിട്ട് 10, 20 എന്നീ രൂപയുടെയൊക്കെ തന്നെ ചെറിയ നോട്ടുകളാകും തുടക്കത്തിൽ പോളിമർ രൂപത്തിൽ വിപണിയിലേക്ക് എത്തിക്കുക. ഈ പ്രായോഗിക പരീക്ഷണത്തിൻ്റെ വിജയം വിലയിരുത്തിയ ശേഷം 2027 മുതൽ പുതിയ നോട്ടുകൾ പൂർണ്ണതോതിൽ രാജ്യത്ത് വിതരണം ചെയ്യാനാണ് RBI ലക്ഷ്യമിടുന്നത്. എന്നാൽ പുതിയ പോളിമർ നോട്ടുകൾ വരുന്നതോടെ നിലവിലെ കടലാസ് നോട്ടുകൾ അസാധുവാകില്ല എന്ന കാര്യം ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ രണ്ടും ഒരേ സമയം വിപണിയിൽ വിനിമയത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സാധാരണ പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് വെള്ളം, അഴുക്ക് എന്നിവയെ പ്രതിരോധിക്കാനും പെട്ടെന്ന് കീറിപ്പോകാതിരിക്കാനും കഴിവുള്ളതിനാൽ തന്നെ പോളിമർ നോട്ടുകൾക്ക് ആയുസ് വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല, ഇതിൽ അത്യാധുനിക സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുത്താനായിട്ട് എളുപ്പമായതിനാൽ തന്നെ കള്ളനോട്ട് നിർമ്മാണം പാടെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. നിലവിൽ ഓസ്ട്രേലിയ, കാനഡ, UK, ന്യൂസിലാൻഡ് തുടങ്ങിയ നിരവധി വികസിത രാജ്യങ്ങളിൽ വിജയകരമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിനായിട്ടുള്ള ആഗോള ടെൻഡർ നടപടികൾ RBI വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേക പോളിമർ ഷീറ്റുകൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള നിർമ്മാതാക്കൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 18 അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് സർക്കാർ പുറപ്പെടുവിച്ച പ്രധാന അറിയിപ്പുകൾ വളരെ ചുരുക്കത്തിൽ തന്നെ പറയുകയാണ്. മഞ്ഞ, പിങ്ക് കാർഡുകാർക്ക് അരിയും ഗോതമ്പും പൂർണ്ണമായും സൗജന്യമായിട്ട് ലഭിക്കുമെങ്കിലും ആട്ടയ്ക്ക് പാക്കറ്റ് ഒന്നിന് 7 രൂപയോ 9 രൂപയോ നൽകേണ്ടതുണ്ട്.
കൂടാതെ മണ്ണെണ്ണ വിതരണം തുടരുന്നുണ്ടെങ്കിലും അതിന് നിശ്ചയിച്ചിട്ടുള്ള തുക കൃത്യമായി നൽകി മാത്രമേ കൈപ്പറ്റാൻ സാധിക്കൂ. വെള്ള നീല കാർഡ് ഉടമകൾക്ക് സർക്കാർ നിശ്ചയിച്ച സബ്സിഡി നിരക്കിലാണ് സാധനങ്ങളൊക്കെ തന്നെ ലഭിക്കുക. ഇതിൽ നീല കാർഡുകാർക്ക് ഈ മാസം സാധാരണ റേഷന് പുറമെ 3 കിലോഗ്രാം സ്പെഷ്യൽ ഗോതമ്പ് കൂടി ലഭിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നിലവിൽ വെള്ളയോ നീലയോ കാർഡുകൾ കൈവശമുള്ള അർഹരായിട്ടുള്ള ആളുകൾക്ക് BPL കാർഡുകളിലേക്ക് മാറാൻ അപേക്ഷിക്കാം. ജൂലൈ 20 ഇതിനുള്ള അവസാന തീയതി എന്നതിനാൽ തന്നെ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കേവലം 3 ദിവസങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ പ്രവാസി സുഹൃത്തുക്കളുടെയൊക്കെ തന്നെ പ്രധാന ആശ്രയമായ പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെയൊക്കെ തന്നെ വിതരണം കഴിഞ്ഞ 3 മാസമായി, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ ഇങ്ങനെ 3 മാസമായി പൂർണ്ണമായും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. നടപ്പു വർഷമായ 2026 മാർച്ച് വരെയുള്ള തുക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ഒടുവിൽ ലഭിച്ചത്. പ്രവാസികളുടെ ജീവിതത്തിന് ഏറെ തണലാകേണ്ട ഈ പെൻഷൻ തുക അടിയന്തരമായിട്ട് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രവാസി സംഘടനകളിൽ നിന്നും ഗുണഭോക്താക്കളിൽ നിന്നുമൊക്കെ തന്നെ ഇതിനോടകം തന്നെ സർക്കാരിലേക്ക് നിരവധിയായിട്ടുള്ള നിവേദനങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്നാൽ പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന രീതിയിൽ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ സജീവമായിട്ടുള്ള ആലോചനകളും നിർദ്ദേശങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെ തന്നെ വരുത്തിക്കൊണ്ട് പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ശക്തമായ ഔദ്യോഗിക ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമോദി പെൻഷൻകാരുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് ജൂലൈ 17 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെയാണ് ഈ ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് നടക്കുക. അനർഹരെയൊക്കെ തന്നെ ഒഴിവാക്കാനായി നടത്തുന്ന ഈ ഒരു പരിശോധന നിശ്ചിത സമയത്തിനകം തന്നെ പൂർത്തിയാക്കിയില്ലെങ്കിൽ പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടുകയും പിന്നീട് സ്ഥിരമായി ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടാനും കാരണമാകും. 2025 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ച എല്ലാവരും നിർബന്ധമായിട്ടും ഇത്തവണ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് പുതുക്കേണ്ടതുണ്ടെങ്കിലും 2026 ജനുവരി 1 ശേഷം പെൻഷൻ അനുവദിക്കപ്പെട്ട പുതുതായിട്ട് അപേക്ഷിച്ചവർക്ക് ഇതിൽ ഇളവുണ്ട്. ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡുമായി നേരിട്ടെത്തി 30 രൂപ ഫീസ് നൽകിക്കൊണ്ട് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. എന്നാൽ വിരലടയാളമൊക്കെ തന്നെ പതിയാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നവരെ സംബന്ധിച്ച് അവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഫെയിലിയർ റിപ്പോർട്ടുമായിട്ട് പഞ്ചായത്തിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും. കൂടാതെ നേരിട്ടെത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമായിട്ട് 50 രൂപ നിരക്കിൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ചെയ്യുന്ന ഹോം മസ്റ്ററിംഗ് സൗകര്യമുള്ളതിനാൽ തന്നെ ഇവർ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തെയോ സമീപിച്ച് നിങ്ങളുടെ പേര് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സെപ്റ്റംബർ 30 വരെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുമെങ്കിലും അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ എല്ലാവരും എത്രയും വേഗം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കുമെന്നും ഈ മാസം 21 കടമെടുപ്പിന് പിന്നാലെ 23, 24, 25 തീയതികളിലായിട്ട് തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ നേരിട്ടെത്തുകയാണ്. അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 17 വെള്ളിയാഴ്ചയും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 13,065 രൂപയിലും പവന് 560 രൂപ കുറഞ്ഞ് 1,04,520 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.